എന്നുള്ളിടത്തേക്ക് അല്ല, ശ്രീ എം കെ തന്നെ അസന്നിഗ്ധമാണ്. അതായത് നോക്കൂ, ആരാണ് സർവകലാശാലയുടെ അഭിപ്രായം പറയേണ്ടത്? നയപരമായ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? സർവകലാശാലയുടെ ചട്ടപ്രകാരം ആരാണ്? അങ്ങനെയാണെങ്കിൽ സർവകലാശാലയുടെ വാക്കുകളെ പ്രതിനിധീകരിക്കേണ്ടത് ആരാണ്? അത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളാണ് കോടതി അറിയിക്കേണ്ടത്. കോടതിക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടല്ലോ. ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതിൽ എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെ ഒരു ചിത്രത്തിൽ കോലാഹലത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ബിംബങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ്. ഭാരതത്തെ മാതാവായി കാണുന്നതിനോ ഭാരതത്തിൻ്റെ മാപ്പ് അംഗീകരിക്കുന്നതിനോ ഭൂപടം അംഗീകരിക്കുന്നതിനോ ഭരണഘടന അംഗീകരിച്ച ചിഹ്നങ്ങൾ സംസ്ഥാപിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഇവിടെ ആർക്കുമില്ല. പറഞ്ഞതെന്താണ്? ഭാരതാംബയെന്ന് RSS പറയുന്ന കാവിക്കൊടി ഏന്തിയ വനിത, അത് RSSൻ്റെ പ്രതീകമാണ്. അത് പൊതുപരിപാടികളിലേക്ക് കയറ്റുന്നു എന്ന നിലപാടുകളാണ് രാഷ്ട്രീയമായി എതിർക്കപ്പെടേണ്ടത്. ഇതാണ് ഇടതുപക്ഷം പറഞ്ഞത്, ഇതാണ് മുമ്പോട്ട് വെച്ചത്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ കോടതിയിലേക്ക് എത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ സിൻഡിക്കേറ്റിൻ്റെ ഇത്തരം തീരുമാനങ്ങൾ എത്തുമ്പോൾ കോടതിയുടെ ആ കൺഫ്യൂഷൻ മാറിയേക്കാം. ഞാൻ ഈ സംഭവഗതികൾക്ക് പുറത്തുള്ള ഒരു നിയമ രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ സാധ്യതയാണ് താങ്കളുടെ മുമ്പിലേക്ക് തുറന്നിട്ടത്. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഈ രണ്ട് ജഡ്ജിമാര്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഈ ഭാരതാംബ വിഷയത്തെ വ്യാഖ്യാനം ചെയ്തതെന്ന് ഞാൻ നിസ്സംശയം പറയും. ഒരു സംശയമില്ല. എനിക്കെതിരെ കേസെടുത്താലും ഒരു പ്രശ്നമില്ല. കോടതിയിൽ ഞാൻ ഇത് തന്നെ പറയും, ഇതേ നിലപാട്. കാരണം അതിനകത്ത് കാണിക്കുന്ന ആ ചിത്രത്തിൽ അതിനോടൊപ്പമുള്ള ആ ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടത്തിൽ ഇപ്പോ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, നേപ്പാൾ, മാലദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, ബർമ്മ, മ്യാൻമർ തന്നെ, ഇത്രയും രാജ്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു ഭൂപടം അഖണ്ഡ ഭാരതമാണത്രേ. കൈകേക രാജ്യം വരെ ഉണ്ട്. അതായത് കൈകേക രാജ്യം എന്ന് സങ്കല്പിക്കുന്ന ഇറാൻ വരെ ഉണ്ട് ആ ഭൂപടത്തിൽ. അല്ല, അത് നടപ്പിലാക്കാനാണോ ഈ ജഡ്ജിമാർ ഇരിക്കുന്നത്? ഈ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഡിവിഷൻ ബെഞ്ച് അതാണോ അവർ ലക്ഷ്യം വെക്കുന്നത്? അതാണെന്നുണ്ടെങ്കിൽ അത് പറയട്ടവര്. അതല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതല്ലെങ്കിൽ അത്തരം ഒരു ഭൂപടം വെച്ച്, അഖണ്ഡ ഭാരതത്തിന്റെ ഭൂപടം വെച്ച് അതിലൊരു സ്ത്രീയുടെ കയ്യിൽ കാവിക്കൊടിയും പിടിപ്പിച്ച് ഈ അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കത്തേ ഉള്ളൂ. അത് ഏത് കോടതി പറഞ്ഞാലും പോയി പണി നോക്കുകയുള്ള ഒരു സാധാരണ പൗരനായി എനിക്ക് പറയാനാകില്ല. കാരണം ഭരണഘടന അംഗീകരിക്കാത്തൊരു വിഷയം. കാരണം ഇവിടെ ഏറ്റവും വലിയൊരു കുടുക്ക് ഇതിലൂടെ സംഘപരിവാർ എടുത്തു വെക്കുന്നതും ഈ കുടുക്കിൽ ഭൂരിപക്ഷം പേരെയും വീഴ്ത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഭാരതത്തെ മാതാവായി കാണുന്ന ചിത്രത്തെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? അവിടെ നിന്നാണ് RSSും സംഘപരിവാറും അതിൻ്റെ വാദങ്ങൾ തുടരുന്നത്. പക്ഷേ അതല്ല, ഭാരതാംബയെയോ ഭാരതത്തെ മാതാവായി കാണാനോ മാതൃഭൂമിയെ സ്നേഹിക്കാനോ അതിൻ്റെ ബിംബങ്ങൾ ചേർത്ത് പിടിക്കാനോ ഒന്നും ഇവിടെ ആർക്കും ഒരു മടിയില്ല. പക്ഷേ അത് ഭരണഘടന അംഗീകരിച്ചതേ പൊതുവേദികളിൽ ഉണ്ടാകാവൂ. പൊതുവേദികൾക്ക് പുറത്തും ഒരു പ്രശ്നവുമില്ല. ഭാരതത്തെ മാതൃഭൂമിയായി കാണുന്ന ഇന്ത്യയെ ആ അർത്ഥത്തിൽ ചേർത്ത് പിടിക്കാൻ ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം ഇന്ത്യക്കാരാണല്ലോ നമ്മളെല്ലാവരും. പക്ഷേ RSSൻ്റെ ഒരു ചിത്രത്തെ ഭാരതാംബയായി, RSS പറയുന്ന ഒരു ചിത്രത്തെ ഭാരതാംബയായി കാണാൻ നമുക്ക് പറ്റില്ല. അതിന് നിയമപരമായും സാധ്യതയില്ല, ഭരണഘടനാ സംബന്ധിയുമല്ല. ഇതാണ് അതിൻ്റെ കാതലായ വിഷയം. ഇത് കുറെ കൂടി വിശദീകരിച്ച് നമുക്ക് പറയേണ്ടതും കൂടിയുണ്ട് ശ്രീ ജയചന്ദ്രൻ. അതെ ഇത് ഇവർക്ക് നമ്മൾ ഈ ഭരണഘടനയൊക്കെ ഉത്തരവാദിത്തോടെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുമ്പോഴും ഇവർക്ക് ഇതൊന്നും ബാധകമേ അല്ല എന്നുള്ള പച്ചയ്ക്ക് പറയുകയാണ്. അതാണല്ലോ ഈ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള RSSന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, 50-ാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥ 50-ാം വാർഷികത്തിന് പറഞ്ഞല്ലോ, സോഷ്യലിസ്റ്റ് സെക്യുലറിസം ഇക്കാര്യങ്ങളൊന്നും ഭരണഘടന പോലും വേണ്ട. അത് അവരുടെ പൊതു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നടപ്പിലാക്കാൻ കഴിയില്ല. ഭരണഘടനയിൽ അത് ഉൾച്ചേർത്തിട്ടുള്ള മറ്റൊരുപാട് ഘടകങ്ങൾ വേറെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷെ ഇതൊക്കെയാണ് കൺസെപ്റ്റ്. അത്തരം കൺസെപ്റ്റുകൾ എങ്ങനെ യാഥാർത്ഥ്യവൽക്കരിക്കാം എന്നുള്ളതിനാണ് എല്ലാ ഇടങ്ങളിലും അവർ കയറി ഇടപെടുന്നത്. അപ്പൊ ഇവിടെ ഈ സിസ തോമസിനെ പോലെയുള്ള ചില എന്താ പറയുന്നത്, ഈ വിക്രമാദിത്യന്റെ മേത്ത് തൂങ്ങിക്കിടക്കുന്ന വേതാളങ്ങളെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അവർ പറയുന്നതും അനുസരിച്ചുകൊണ്ട് അതാണ് വേദവാക്യം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഒരു വ്യാമോഹത്തിന് അടിപ്പെട്ടങ്ങ് നടക്കുമ്പോൾ ഭരണഘടനയൊന്നും വിഷയമല്ല. അതായിക്കോട്ടെ, പക്ഷെ ഹൈക്കോടതി എങ്ങനെ ആകാമോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. സ്ഥായിയായ ചട്ടപ്രകാരം എത്തിയ ഒരു VC അല്ല യഥാർത്ഥത്തിൽ മോഹൻ കുന്നുമൽ പോലും. ആ മോഹൻ കുന്നുമൽ റഷ്യയിലേക്ക് പോകുമ്പോൾ താൽക്കാലിക VC വീണ്ടും ഒരു താൽക്കാലിക VCക്ക് ചുമതലയേൽക്കുകയാണ്. അതും നിരവധി സാങ്കേതിക സർവകലാശാലയുടെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം, കോടതി വ്യവഹാരങ്ങളുടെ മാത്രം ഇടയിലൂടെ കടന്നുപോയതാണ്. ആ സിസ തോമസിനെയാണ്
ഇവിടെയും പ്രതിഷ്ഠിച്ചത്. അവിടെയും ഒക്കെ അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. സംഘപരിവാർ കൃത്യമായി ഈ ഇടതുപക്ഷക്കാർ പറയുന്നത് പോലെ ഇതിനെ രാഷ്ട്രീയം ആയ ഒരു ആരോപണം എന്ന നിലയിൽ മാത്രമല്ല, അവർ പറയുന്നതിൽ വസ്തുതയുണ്ട്. വസ്തുത വളരെ ഘനീഭവിച്ചിരിക്കുകയാണ്. കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുന്നു. കേരളത്തിന് പുറത്ത് പലയിടത്തും സാധ്യമായത് ഇവിടെ സാധ്യമാകാത്തതിൻ്റെ കെറിവ് കൂടിയാണ് ഇവിടെ തീർക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിരോധമാണ്. കെ രാകേഷിന്റെ വൈഫിന്റെ പ്രിയ വർഗീസിന്റെ കാര്യത്തിൽ പറഞ്ഞു നടന്നൊക്കെ നമ്മൾ കേട്ടതല്ലേ അജിംഷാദെ, ഈ അധ്യയന പരിചയം. ഇദ്ദേഹത്തിന് ഈ മോഹൻ കുന്നമൽ അദ്ദേഹം ഒരു MBBS ഡോക്ടറാണ്. 10 വർഷം അധ്യയന പരിചയം വേണമെന്നുള്ളതാണ് VC ആകാനുള്ള അടിസ്ഥാന യോഗ്യത. എവിടെയാണ് ഇദ്ദേഹത്തിന് 10 വർഷം യോഗ്യത ഉള്ളത്? ഇല്ല എന്നുള്ളത് കേസ് പോയതല്ലേ, അതിപ്പോഴും പെൻഡിങ്ങിൽ വെച്ചോണ്ടിരിക്കുകയല്ലേ. അത്തരത്തിലുള്ള നിയമവിരുദ്ധതകൾ വേറെയും ഉണ്ട്. അപ്പൊ അതൊന്നും ബാധകമല്ല. അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് ആർക്കും അത് ആരും അതിനെക്കുറിച്ച് വിമർശിക്കാനും പാടില്ല. വിമർശിക്കുന്നവരൊക്കെ ആരാണ്? രാജ്യദ്രോഹികളാണ്, ആന്റി നാഷണൽസ് ആണ്. ഇതൊക്കെ അങ്ങ് വേറെ എവിടെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഈ ഭാരതാംബയുടെ കാര്യത്തിലൊക്കെ ഇത് ഭാരതമാതാവ് ഇങ്ങനെയല്ലേ എന്ന് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ അംഗീകരിച്ചു കൊടുക്കണമെങ്കിൽ ഭരണഘടന എടുത്ത് ആദ്യം ആറ്റിക്കളയണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്ത്യയിൽ. ഹൈക്കോടതിക്ക് മുകളിൽ വേറെ കോടതിയുള്ള ഒരു നാടാണല്ലോ ഇന്ത്യ. അവിടുന്ന് ഒരുപാട് അടികൾ ഇതിനകം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. കോടതികളുടെ വിവക്ഷ തന്നെ ഭരണഘടനയുടെ സംരക്ഷകർ എന്നതാണ്. ആ വിവക്ഷ തന്നെ സംരക്ഷകരാണ്, ഭരണഘടനയുടെ സംരക്ഷകരായിട്ടാണ് കോടതി തന്നെ വിവക്ഷിക്കുന്നത്.